ഇനി തൊഴിലുറപ്പ് പദ്ധതിയല്ല, ബില്ലിന് കേന്ദ്രമന്ത്രിയുടെ അംഗീകാരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന പേരിലേക്കാണ് പദ്ധതിയെ മാറ്റുന്നത്. 100 തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്നത് 125 ദിവസമായി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. 2005-ൽ UPA സർക്കാരാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത്. NREGA എന്നും ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് നിലവിൽ ഇംഗ്ലീഷിലായിരുന്നു. അത് ഹിന്ദിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് സർക്കാർ പുതിയ ബിൽ കൊണ്ടുവരുന്നത്. പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. പുതിയ ബിൽ ഈ സമ്മേളനകാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. അതേസമയം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ എണ്ണം സംസ്ഥാനത്ത് കുറയ്ക്കാൻ നീക്കം. ഭരണ നിർവഹണ ചെലവ് തൊഴിലുറപ്പ് പദ്ധതി ചെലവിന്റെ 5% കൂടിയ പഞ്ചായത്തുകളിലാണ് ജീവനക്കാരെ കുറയ്ക്കുന്നത്. അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നവരാണ് ഇതോടെ ആശങ്കയിലായത്. 10 വർഷത്തിലേറെയായുള്ള കരാർ ജീവനക്കാരാണിവർ. ഭരണനിർവഹണ ചെലവ് 5% കൂടിയ പഞ്ചായത്തുകളിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനാണ് സംസ്ഥാന മിഷൻ നിർദ്ദേശിച്ചത്. നിലനിർത്തിയാൽ വേതനവും ആനുകൂല്യവും തദ്ദേശ സ്ഥാപനങ്ങൾ തനതു ഫണ്ടിൽ നിന്നും നൽകണം. സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ പല തദ്ദേശ സ്ഥാപനങ്ങളും ജീവനക്കാരെ നിലനിർത്താൻ തയ്യാറാകില്ല എന്നാണ് റിപ്പോർട്ട്.